എവിടെ പോവാ? ഇന്ന് ഓഫീസിൽ പോകണല്ലോന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഓഫീസിൽ പോയില്ലെങ്കിലേ ആ മാനേജറിന്റെ തലയിൽ കയറിയിരിക്കും. രാവിലെ മാനേജറിനെ വിളിച്ചിട്ട് ലീവ് ചോദിക്കാൻ പറഞ്ഞല്ലേ? അതൊക്കെ ഞാൻ ചോദിച്ചു. എന്താ പറഞ്ഞ? അയാള് പറഞ്ഞേ ചാവാൻ കിടക്കുകയാണെങ്കിൽ ഓഫീസിൽ വന്ന് ചാവ്, ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ അയാൾ ഒപ്പിച്ചു തരാം. ഞങ്ങൾ ശരിക്കും ചോദിച്ചിട്ടുണ്ടാവില്ല, അതാ തരാത്ത. ഞാൻ 3 വട്ടം ചോദിച്ചടി. എങ്ങനെയാ ചോദിച്ചേ? അത് ഞാൻ വിളിച്ചു, സാർ എനിക്ക് പനിയാണെന്ന് പറഞ്ഞു. അയ്യ, ഇതൊക്കെ 30 വർഷം മുമ്പ് എക്സ്പയർ ആയതാ. അടുത്തത് ഞാൻ 2 വിളിച്ചിട്ടുണ്ട്, സാർ പനി കൂടിയിട്ട് എനിക്ക് മഞ്ഞപ്പിത്തം കൂടെ വന്നെന്ന് പറഞ്ഞു. മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി കാണുമല്ലോ. അത് ഇവരൊക്കെ അറിയാം. അടുത്തത് പറ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബൈക്കിൽ ആക്സിഡന്റ് ആയെന്ന് പറയാൻ വേണ്ടി ഞാൻ അയാളെ വിളിച്ചു. അയാള് ഫോൺ കട്ടാക്കിയല്ലേ? എക്സാക്ട്ലി. ഏത് വിവരമുള്ള മാനേജറും അങ്ങനെ ചെയ്യും. ഇത്ര ബുദ്ധി ഉണ്ടെങ്കിലേ നീ തന്നെ ഒന്ന് സംസാരിച്ച് ലീവ് വാങ്ങിത്താ കാണട്ടെ. വാങ്ങി തന്ന ഇന്നത്തെ ദിവസം നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. ഞാൻ നിന്റെ വേലക്കാരൻ. ഡീല്. ഫോണതാ. ഹലോ സാർ, ഞാൻ ശിവറാമിന്റെ ഭാര്യ ദർശനയാണ്. അവനോട് പറഞ്ഞേക്ക്, അവനല്ല അവന്റെ അച്ഛൻ വന്ന് ചോദിച്ചാലും ഇന്ന് അവന് ലീവ് കൊടുക്കൂല. സാർ, 1 മിനിറ്റ്, ഞാൻ പറയണത് ഒന്ന് കേൾക്കുവോ? പറ. സാർ, ശിവയ്ക്ക് ചിന്താമണി ചിക്കൻ എന്ന് പറഞ്ഞാൽ ജീവനാ. ഇന്നലെ കൊതിയോടെ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ എല്ലാം കഴിച്ചോളൂ. രാവിലെ എണീറ്റപ്പോ തൊട്ട് ബാത്റൂമിൽ കയറിയതാ, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. മാഡം, ഇതൊക്കെ ഒരു കഥയല്ലേ, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. സാർ, ബാക്കി പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ബാത്റൂം എക്സ്ക്യൂസ് പറഞ്ഞ് ഓഫീസിൽ പോകാണ്ടിരിക്കാൻ നോക്കുക ആള്. ഇവൻ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ജീവിതം ഇവിടെ തീരും. സാർ, ദയവായി സാർ എങ്ങനെയെങ്കിലും ഇവനെ വിളിച്ച് ഓഫീസിലൊന്ന് വരാൻ പറയണം. ലീവ് കൊടുക്കരുത്. ഇങ്ങനൊരു ഭാര്യയുണ്ട്. സാർ, എനിക്ക് ഡ്യൂട്ടിയാണ് വലുത്. ഇവന്ന് കുളിച്ചില്ലെങ്കിലും ഞാൻ ഓഫീസിലോട്ട് പറഞ്ഞയക്കും. ഇന്ന് തന്നെ രാവിലെ 10 പ്രാവശ്യം ബാത്റൂമിലോട്ട് പോയത്. ഇനി അങ്ങോട്ട് പറഞ്ഞിട്ടാ ബാക്കി സാറ് നോക്കിക്കോളുമല്ലോ. അയ്യോ, വേണ്ട 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 വേണ്ട, അവിടെ തന്നെ വെച്ചോ. ബാത്റൂമൊക്കെ കഴുകി അവിടെ തന്നെ ഇരിക്കട്ടെ അവൻ. അതെന്താ സാർ? ഇവിടെ വന്നാലും ബാത്റൂമിൽ തന്നെ ആയിരിക്കത്തില്ലേ? എനിക്കിതേ ഓഫീസ് നടത്താനുള്ളത്, അല്ലാതെ ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ അല്ല നടത്തുന്നത്. ഒരു ലീവ് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ നിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളഞ്ഞല്ലോ. റെപ്യൂട്ടേഷൻ ഒക്കെ പിന്നെ നോക്കാം. രാവിലെ എനിക്ക് വാക്ക് തന്നല്ലേ, ഞാൻ പറയണതൊക്കെ കേൾക്കാമോ? പറ, എന്താണ്? ആദ്യം പോയി ദോശമാവ് വാങ്ങിച്ചിട്ടോ. പിന്നെ വിളിക്കുന്നു. ആണോ? സ്പീക്കർ ഇട്ടേ.